ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു BCS സ്റ്റഡീസ് 1. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബേസിസ് എന്ന് പറഞ്ഞാൽ സിലബസ് നോക്കിയിട്ടും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില്ലേ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആദ്യം നോക്കുന്നത് യൂണിറ്റ് 1-ലാണ്. അപ്പോൾ യൂണിറ്റ് 1 ബേസ് വാല്യൂ ആൻഡ് നമ്പേഴ്സ് ഓഫ് നമ്പർ സിസ്റ്റം. അപ്പം ബേസ് വാല്യൂസ് മാത്രം 1 മാർക്കിനൊക്കെ ചോദിക്കോളും, അത് മാത്രം നോക്കുക. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം കൺവേർഷൻ, അത് 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ 5, 3, 2 അല്ല 1, 2, 3 1 മാർക്ക് എന്നൊക്കെ പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ എത്ര മാർക്കിനൊക്കെ ചോദിച്ചു എന്നുള്ളതാണ് ഞാൻ ആ സൈഡിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്പർ സിസ്റ്റം കൺവേർഷൻ എന്താണ്, ഡെസിമലിന് ബൈനറിയിലേക്കോ അല്ലെങ്കിൽ ഹെക്സാഡെസിമലിന് ഡെസിമലിലേക്കോ ഒക്ടലിലേക്കോ അങ്ങനെയൊക്കെ കൺവേർഷൻസ് തെച്ചും എല്ലാ കൺവേർഷൻസും നോക്കണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അടുത്തത് വരുന്നത് കോഡ്സിനെ കുറിച്ചിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഡ്സ്, അത് ഒന്നിക്കുക എന്താണ് BCD, എന്താ ഗ്രേഡ് കോഡ്, അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാം. 5 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനെങ്കിലും. അല്ലെങ്കിൽ പിന്നെ കൺവേർഷൻസ് എന്ന രീതിയിലും ചോദിക്കാം, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറിയിൽ നിന്ന് ഗ്രേയിലേക്ക്, ഗ്രേയിൽ നിന്ന് ബൈനറിയിലേക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് വരുന്നത് ഫസ്റ്റ്സ് ആൻഡ് വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പം അതിൽ എഡീഷനും സബ്ട്രാക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിക്കുക. എന്നിട്ട് വൺസ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് താഴെ ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് എന്നിട്ട് പഠിച്ചിട്ട് അത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് യൂണിറ്റ് 1 വരുന്നത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 വരുമ്പോൾ ലോജിക് ഗേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. അപ്പോൾ അത് 5-നും 3 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിക്കാം. അത് എങ്ങനെയും ചോദിക്കാം, കുറേ ചോദിക്കാനാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആൻഡ്, ഓർ, നാൻഡ്, XOR, XNOR ഇതൊക്കെ നോക്കണം. അപ്പം എക്സാമിനിപ്പം ഒന്നിക്ക ഇതെല്ലാം കൂടി ചോദിച്ചിട്ട് ഒരു 5 മാർക്ക് എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ഏതൊക്കെ 3 വെച്ചിട്ട് ചോദിക്കാം. 1 മാർക്കിനൊക്കെ ആണെങ്കിൽ എന്താണ് ആൻഡ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, എന്താണെന്ന് എഴുതുക. അപ്പോൾ ആദ്യം എന്താണെന്ന് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, ട്രൂത്ത് ടേബിൾ എഴുതുക. അങ്ങനെ ആയിരിക്കണം ഫോർമാറ്റ്. ഈ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് അങ്ങനെ ആയിരിക്കണം. പിന്നെ വരുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്, അത് 2 മാർക്കിനും 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മിൻ ടേം ആൻഡ് മാച്ച് ടേം ഈ SOPയിലും POSലും വരുന്ന അതിലെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ്. എന്താണ് മിൻ ടേം, എന്താണ് മാക്സ് ടേം, അങ്ങനെ മാത്രമേ ചോദിക്കൂ. 2 മാർക്കിനും 1 മാർക്കിന് ചോദിക്കുള്ളൂ. പിന്നെ ബൂളിയൻ ലോസ് ആൻഡ് തിയറംസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിനും ചോദിക്കാം. അപ്പം ബൂളിയൻ ലോസും തിയറംസ് എല്ലാം നോക്കി വെക്കുക, ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുക. ഡിമോർഗൻസ് ലോ എന്ന് വെച്ചാൽ ഒന്നിക്കുക സ്റ്റേറ്റ് ചെയ്യാനായിരിക്കും, 2 മാർക്കിനൊക്കെ ചോദിക്കുക എന്താണ് ഡിമോർഗൻസ് ലോ, നിങ്ങൾ ജസ്റ്റ് എന്താ എഴുതുക, അതിൻ്റെ ലോസ് എഴുതുക. ഇനി 3 മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണം 3 മാർക്കിനൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതാണ് ഡിമോർഗൻസ് ലോയിൽ നോക്കേണ്ടത്. പിന്നെ കെ മാപ്പ് അല്ലെങ്കിൽ കാർനോട്ട് മാപ്പ്, അപ്പോൾ അത് 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കുക. ആൻഡ് അതിൻ്റെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഞാൻ താഴെ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നിക്കെ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക, എല്ലാം വർക്കൗട്ട് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ചെറിയ നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കും, ഓക്കെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പം സ്ട്രക്കാവും, അവിടത്തേക്ക് തന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ അവിടെ സ്ട്രക്കാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് തന്നെ പഠിക്കുക. ഇതിലൊക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പം ഇത്രയാണ് സെക്കൻഡ് യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ഈ 7ഉം പിന്നെ ഈ 4 യൂണിറ്റിൽ 1 4. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം, വിടരുത്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ എത്തും. നാളെ ഞാൻ 3rd and 4th യൂണിറ്റ് 5th യൂണിറ്റും ചെയ്യും. അപ്പം അതും കൂടി ആയാൽ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ഏകദേശം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം ആയി. അപ്പം നെക്സ്റ്റ് ഏത് വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ട് ഇടാം. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.